നിങ്ങൾക്ക് ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്ന് അതിൽ ഡോസ് എഴുതിയിട്ടുണ്ടാവും, അര അതല്ലെങ്കിൽ ഒരു ഗുളിക. ഇതെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും അത് കൃത്യമായി പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റ്, നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകൾ, നിങ്ങൾ കഴിക്കുന്ന മറ്റു പലഹാരങ്ങളും പാക്ക്ഡ് ഫുഡുകൾ, ഇതിലെല്ലാം സെർവിങ് സൈസ് എഴുതിയിട്ടുണ്ടാവും. ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് എത്ര കഴിക്കാം? ചിലതിൽ 2 പീസ്, അതല്ലെങ്കിൽ ചിലതിൽ സെർവിങ് സൈസ് 20 ഗ്രാം, പല രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ മിക്കവാറും നമ്മൾ കഴിക്കുന്നത് ഇതിൻ്റെ 10 ഇരട്ടിയാണ്. ഈ 10 ഇരട്ടി നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്കും കൊടുക്കും. നമ്മൾ ഇവ ഉപയോഗിക്കുന്നത് ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ്. കാരണം ആ രീതിയിലാണ് മാർക്കറ്റിങ്ങുകൾ നടക്കുന്നത്. നിയമത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം അവിടെ സെർവിങ് സൈസ് എന്ന് എഴുതിയിരിക്കും. അതൊരിക്കലും അതിൻ്റെ മലയാളം നമ്മൾ മനസ്സിലാക്കില്ല. അതിൻ്റെ മലയാളം നമ്മൾ മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞാൽ അത് ഡയറ്റിൽ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ പോലും അതിൻ്റെ ശരിയായ അർത്ഥം, നിങ്ങൾ ഈ അളവിൽ അധികം ഉപയോഗിച്ചാൽ ഇത് വളരെ വലിയ അപകടം ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്നത് പലതും നിങ്ങളുടെ ശരീരത്തിന് വിഷതുല്യമാണ്.